ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മീഷോയിൽ നിന്നും ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്റ്റ്സ് നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിതാ കമൻറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കോംബോ ആയിട്ടുള്ളൊരു മൾട്ടി പർപ്പസ് ഒരു കിച്ചൺ യൂട്ടൻസിൽ സെറ്റാണ്. ഇത് നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് ഓർഗനൈസേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് സ്ഥലം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഭംഗിയിലുള്ള ഒരു റോയൽ ലുക്ക്, റോയൽ ഫിനിഷിങ്ങിലൊക്കെ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ ഇത്. നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു പീസിന് വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഇപ്പോൾ മീഷോയിൽ വരുന്നുള്ളൂ. ഇതിൽ തന്നെ കണ്ടോ നല്ല അടിപൊളി ഒരു പീലർ വരുന്നുണ്ട്. സാധാ പീലറിൻ്റെ പോലെയല്ല. സാധാ പീലർ വെച്ചിട്ട് നമ്മൾ പീൽ ചെയ്യുന്ന സമയത്ത് കുറേ ഫ്ലഷൊക്കെ പോരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതങ്ങനെ വരുന്നില്ല കേട്ടോ. ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് പീൽ ചെയ്യുന്ന സമയത്ത് കണ്ടോ അതിൻ്റെ ഒട്ടും ഫ്ലഷ് ഇല്ലാതെ കറക്റ്റ് ആ ഒരു തൊലി മാത്രമേ പോരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി കിഴങ്ങോ അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പീൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു സ്കിന്ന് മാത്രമേ അതിൽ നിന്ന് പോരുന്നുള്ളൂ. ഒട്ടും ഫ്ലഷ് പോരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ പീലർ വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പീലറാണ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു വിസ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു സിസർ ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കത്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മൂർച്ചയുള്ള കത്തി തന്നെയാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അടിയത്തെ ഈ ഒരു ട്രേ അല്ലേ ഇത് എടുത്തിട്ടും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് പ്രൊഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരു സിലിക്കോൺ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മാറ്റാണ്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പൊറോട്ട, പബ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പൊടി കുഴക്കാനും വിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി മാറ്റാണ് കേട്ടോ ഇത്. ഒരുപാട് പേരുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ പോലും ചില സമയത്തൊക്കെ നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വിട്ടു പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. സിലിക്കോണിൻ്റെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇങ്ങനത്തെ ഒരു മാറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ കുഴക്കാൻ പറ്റും. ഇനി ചൂടുള്ള മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. ചപ്പാത്തിക്ക് മാറ്റ് മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ. ഇത് ഞാൻ ചപ്പാത്തി കുഴക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു അടിപൊളി പാത്രമാണ് കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് ചപ്പാത്തി മാവും അതുപോലെ വെള്ളവും എണ്ണയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഡോ ഇതുവഴി റെഡി ആയിട്ട് കിട്ടും. എങ്ങനെയെന്നല്ലേ ഇതിൽ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇടണം എന്നുള്ളതാണ്. കറക്റ്റ് മെഷർമെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മെഷറിങ് കപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കപ്പ് ആട്ടക്ക് ഒരു കപ്പ് വെള്ളം പിന്നെ 1 ടീസ്പൂൺ അളവിൽ അതിൽ ഓയിലും ഒഴിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ് കപ്പുകൾ. ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ സെക്യൂറായിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഈ ഒരു ഹാൻഡിലില്ലേ ഇത് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ ഫിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മാവ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഇങ്ങനെ കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് എല്ലാ ഭാഗത്തും മാവും ഉപ്പും എണ്ണയൊക്കെ ഒരുപോലെ ആവുമെന്ന് മാത്രമല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഡോ നമുക്ക് ഈ ഒരു ചപ്പാത്തി ഡോ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. പിന്നെ മെഷറിംഗ് കപ്പ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചില്ല ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു മെഷറിംഗ് കപ്പാണ്. സാധാരണ എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ മെഷറിംഗ് കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ സിലിക്കോണിൻ്റെ മെഷറിംഗ് കപ്പ് ഞാനന്ന് കാണിച്ചതാണല്ലോ. പക്ഷേ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ചൂടുള്ള ഓയിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ചൂടുള്ള നെയ്യൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ മിൽക്ക് പേട അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഈ നെയ്യോ അല്ലെങ്കിൽ ചൂടുള്ള എണ്ണയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചൂടുള്ള ഓയിലൊന്നും നമുക്ക് എന്തായാലും പ്ലാസ്റ്റിക്കിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കപ്പ് കണ്ടതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കോംബോ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ടീസ്പൂണും ടേബിൾ സ്പൂണും കോംബോ. ഇനി ടീസ്പൂണും ടേബിൾ സ്പൂണും മാറാനൊന്നും നിൽക്കണ്ട. ഇതാണ് ഒരു ടേബിൾ സ്പൂണ്. പിന്നെ ഇത് 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂണ്. അപ്പോൾ ഇത് കറക്റ്റ് മെഷർമെൻറ്റ്. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സെറ്റ് വാങ്ങിച്ചാൽ മതി. പിന്നെ വാങ്ങിക്കുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ഇഫ ചിക്കൻ ഉണ്ടാക്കിയിരുന്നു. ഇനിയിപ്പോൾ ചിക്കൻ ബ്രോസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിക്കൻ തന്തൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ്റെ ഫ്ലഷ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ
പപ്പടക്കോലൊക്കെ വെച്ച് കുത്തി കൊടുക്കൂലേ, അപ്പോൾ കുറേ നേരം കുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ലേ. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ എവിടെയാണോ ചിക്കൻ്റെ ഏത് ഭാഗത്താണോ കുത്തേണ്ടത് അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കണ്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കുത്തി കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഫ്ലഷ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചിക്കൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കിച്ചൺ ടൂളാണ് കേട്ടോ ഇത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൂളാണ്. പിന്നെ യൂസേജ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഹോളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങളൊരു ചിക്കൻ ലവറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് വാങ്ങി വെച്ചോളൂ കേട്ടോ. നമ്മൾ ചിക്കൻ ഐറ്റംസ് ഏത് ഉണ്ടാക്കുന്ന സമയത്തും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും മസാല ഇറങ്ങാറില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചിക്കൻ്റെ ഫ്ലഷിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് മസാല ഇറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടൂളാണിത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചുള്ളത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ കോഴിമുട്ടയൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരേ ഷേപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തിന് നമ്മളിങ്ങനെ കത്തി കൊണ്ട് എഗ്ഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ എഗ്ഗ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് 2 ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇതിങ്ങനെ കറക്റ്റ് റൗണ്ടായിട്ടും ഇതിങ്ങനെ കുറച്ച് നീളത്തിലായിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതാ എഗ്ഗ് ആ ഒരു ഷേപ്പിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒരേ സൈസിൽ ഒരിക്കലും നമുക്ക് കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. കണ്ടോ ഒക്കെ ഒരേ സൈസിൽ നല്ല കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സാലഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടൂള്. ഇത് കണ്ടോ ഒരൊറ്റ എഗ്ഗ് വെച്ചിട്ട് നമ്മളിതാ 7 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 8 പീസായിട്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എഗ്ഗ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. കാണാനും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഇനി ഈ ഒരു രീതിയിലല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതാ എഗ്ഗ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ടൂളില്ലേ ഇതാ കറക്റ്റ് ഈ ഒരു ഷേപ്പിലായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു രീതിയിലും കട്ടായിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ കറക്റ്റ് ഈ ഒരു ഷേപ്പിലായിട്ട് കട്ടാക്കി കിട്ടും. പക്ഷേ ഈ ഒരു ഷേപ്പാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കറക്റ്റ് സ്ലൈസ് ആക്കിയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്താലൊന്നും ഇത്ര പെർഫെക്ഷനിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു മിറർ വിത്ത് ഇതുപോലത്തെ ഒരു കട്ടറാണ്. സാധാരണ ഈ ഒരു ഷേപ്പിലുള്ള കട്ടർ നിങ്ങൾ കണ്ടിട്ടുള്ളത് പെൻസിലൊക്കെ കൂർപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പെൻസിൽ ഷാർപ്പനർ ആയിരിക്കും അല്ലേ. പക്ഷേ അതേ ഷേപ്പിൽ വരുന്ന ഈ ഒരു ബാക്ക് സൈഡിൽ നല്ലൊരു മിറർ ഫിനിഷിങ്ങിലൊക്കെ വരുന്നത് ഇതുപോലത്തെ ഒരു വലിയ കട്ടറാണ്. ഇത് നമ്മൾ സാലഡ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ സാധാരണ യൂസ് ചെയ്യുന്നത്. കയ്പ്പൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്യാനോ അല്ലെങ്കിൽ കുക്കുംബറോ അതല്ലെങ്കിൽ ക്യാരറ്റൊക്കെ ഇതുപോലെ ഇങ്ങനെ ഷാർപ്പൻ ചെയ്യുന്ന രീതിയിൽ കണ്ടോ ഇങ്ങനെ നൈസായിട്ട്, അതായത് തൊലിയുടെ അതേ കട്ടിയിൽ ഇങ്ങനെ നൈസായിട്ട് ഈ സാലഡിലേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിടൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണിത്. ഇത് കണ്ടോ നല്ല തിന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഷാർപ്പൻ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണിത്. കണ്ടില്ലേ ഈ ഒരു കട്ടിയിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ സാലഡ്സൊക്കെ ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് കുക്കുംബർ മാത്രമല്ല ഇതുപോലെ തന്നെ നമുക്ക് കൈപ്പക്കയോ അതല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റോ ഒക്കെ ഇതുപോലെ ഇങ്ങനെ നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഷാർപ്പൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു മിറർ ഫിനിഷിങ്ങിൽ ഇങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റം. അടുത്തത് ഒരു മാജിക് പീലറാണെന്ന് പറയാം. ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ സാധാരണ ഒരു പീലറായിട്ടാണ് വരുന്നത്. കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ നമുക്ക് തൊലിയൊക്കെ സാധാ രീതിയിൽ തന്നെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സൈഡ് ഇത് കണ്ടോ സാധാരണ രീതിയിൽ പീൽ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരൊറ്റ സൈഡ്. ഇനി അടുത്ത സൈഡിൽ ഇതുപോലൊരു ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ന്യൂഡിൽസിനും ഫ്രൈഡ് റൈസിനൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു കട്ടിങ് ആണ് കേട്ടോ വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സാലഡ്സിലൊക്കെ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ പീൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒട്ടും കട്ടിയില്ലാതെ അതും ഇങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നൂഡിൽസോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ അതല്ലെങ്കിൽ സാധാരണ സാലഡ്സൊക്കെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ് കേട്ടോ.
അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു സാലഡ് ലവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. കാരണം സാലഡ്സിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കട്ടിങ് സ്റ്റൈൽ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണിത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു മീറ്റ് ഹാമറാണ്. നമ്മുടെ വീട്ടിൽ ഇറച്ചിയൊക്കെ ഇങ്ങനെ മസാല തേക്കുന്ന സമയത്തൊക്കെ അത് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ശരിയാക്കൂലേ, ഇടിച്ച് പരത്തുക പറയില്ലേ, അങ്ങനെ ബീഫ് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടിച്ച് പരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മുള്ള് പോലെ കുറച്ച് ഹാർഡായിരിക്കും, മറ്റേ സൈഡ് ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ബീഫൊക്കെ മസാല തേക്കുന്നതിന് മുൻപ് ഇപ്പോൾ ബീഫ് ബ്രിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ ചിക്കനാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ അടിച്ചടിച്ചിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാമറാണിത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഒരുപാട് സ്നാക്സോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും എനിക്ക് കുറച്ച് ഉപകാരമാണെന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു ഹാമർ തന്നെയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ കത്തി ഉണ്ടാവുമല്ലോ അല്ലേ. ഇതെൻ്റെ കത്തിയുടെ കളക്ഷനാണ് കേട്ടോ. ഇത് ഗൾഫിൽ നിന്ന് എൻ്റെ ബ്രദർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരുപാട് കത്തി ഉണ്ടെങ്കിലും ചില കത്തി ഒട്ടും മൂർച്ച ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്തി, അത് ഞാനിങ്ങനെ ഷോക്ക് വേണ്ടി വെക്കുന്നതാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മറ്റൊരു കത്തിയാണിത്. ഇത് എപ്പോഴും മൂർച്ച നിൽക്കാറില്ല. അപ്പോൾ ഇങ്ങനെ കത്തി മൂർച്ചയില്ലെങ്കിൽ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു സംഭവം കേട്ടോ ഇത്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ താഴെ കണ്ടോ ഒരു റബ്ബർ ഗ്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഏത് കത്തിയാണോ മൂർച്ച കൂട്ടേണ്ടതെങ്കിൽ അതുപോലെ ഇങ്ങനെ വെക്കുക. സാധാ കത്തികളൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റത്തെ ഈ ഒരു വൈറ്റ് കളർ വരുന്നത്. നെക്സ്റ്റ് കുറച്ചൊക്കെ വലിയ ഇതുപോലത്തെ കുറച്ച് വലിയ കത്തി ഉണ്ടാവില്ലേ, അത് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ സെക്ഷൻ വരുന്നത്. പിന്നെ ഈ തേർഡ് വണ്ണ് കണ്ടോ, ഇത് കുറച്ച് ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിലൊക്കെ വരുന്ന ഈ ഒരു തേർഡ് പാർട്ട് വരുന്നത് വലിയ മടാള് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് സാധാ ഒരു ചെറിയ കത്തിയല്ലേ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ മൂർച്ച കൂട്ടിക്കഴിഞ്ഞാൽ നല്ല മൂർച്ചയായിരിക്കും. ഇനി വെറുതെ കത്തി മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് പാറക്കല്ലൊന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിന് ഇതുപോലെ നല്ലൊരു ഹാൻഡിലുണ്ട്. ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഫിക്സ് ആക്കി വെച്ചതിന് ശേഷം ഇതുപോലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ കത്തിക്ക് അത്യാവശ്യം നല്ല മൂർച്ചയായിട്ട് കിട്ടും കേട്ടോ. ഏത് രീതിയിലുള്ള കത്തിയാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മൂർച്ച കൂട്ടാൻ പറ്റും. ഇത് ചെറുതിന്, ഇത് മീഡിയം സൈസ്, ഇത് വലിയ കത്തികളൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ സൈസിലുള്ള കത്തികളും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരു വെജിറ്റബിൾ ഓർ ഫ്രൂട്ട് കട്ടറിൻ്റെ ഇതുപോലത്തെ ഒരു സെറ്റാണ്. ഇതിങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ വാട്ടർ മെലണൊക്കെ പല ഷേപ്പിൽ ഇതുപോലെ അങ്ങനെ ഇംഗ്ലീഷ് ചാനലൊക്കെ കണ്ടിട്ടില്ലേ, പല ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണിത്. പിന്നെ അതുപോലെ തന്നെ ആപ്പിളാണെങ്കിലും അതല്ലെങ്കിൽ വാട്ടർ മെലണോ ആപ്പിളോ ഷമാമോ ഒക്കെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൂളാണിത്. പല ഷേപ്പിലായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ടൂളാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് ഈ ഒരു ടൂളാണെങ്കിൽ നമുക്കിതാ കുക്കുംബർ വരെ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഒരു കഴിവും കൂടെ വേണം കേട്ടോ. എല്ലാവർക്കും ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്കിതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. ഏതായാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ വാട്ടർ മെലണൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചൊക്കെ. അയ്യവാ ഇത് കണ്ടോ, അത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതല്ല കേട്ടോക്ക് ജസ്റ്റ് മുറിക്കാൻ പോലും ഇത് നല്ല മൂർച്ചുള്ള ഭാഗം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കൂലേ നമ്മൾ വാട്ടർ മെലണോ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ സ്കൂപ്പ് ചെയ്തെടുക്കൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണിത്. ഇവിടെ കാണിച്ചു തരാൻ വാട്ടർ മെലൺ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കക്കരിയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടൂളാണിത്. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലൊക്കെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂളൊന്ന് വാങ്ങിച്ച് വെച്ചോളൂ കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണിത്. ഇതിങ്ങനെ 3 പീസ് കോംബോ ആയിട്ട് വരുന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ കേട്ടോ ഇതിന് വരുന്നുള്ളൂ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു അടിപൊളി മാറ്റാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇങ്ങനെ ഒരു ഗ്രാസ് ഫിനിഷിങ്ങിലൊക്കെ വരുന്ന ഒരു അടിപൊളി മാറ്റാണ്. ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള മാറ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് വാങ്ങിച്ചു എന്നുള്ളൂ. വളരെ കുറഞ്ഞ റേറ്റാണ്. പിന്നെ ഇത് താഴെട്ടാലും ഒരുപാട് നമ്മുടെ സാധാരണ ഡോർമാറ്റിൻ്റെ അത്രത്തോളം ഗ്രിപ്പൊന്നുമില്ല. ഒരു ഷോക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഗ്രിപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ സൈസ് വരുന്നത്. ഡോർമാറ്റിൻ്റെ ഒരു കറക്റ്റ് സൈസിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്നും കൂടെ പറയാം.
ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക പഴുത്ത പപ്പായ ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ഒക്കെ ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് സ്കിന്നിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൗണ്ട് ഷേപ്പിൽ വരുന്ന ഗ്രാനൈറ്റ് മൗൾഡിങ്ങിൽ വരുന്ന ഒരു 5 ഇഞ്ചിൻ്റെ ഒരു സ്റ്റോണാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സാധാരണ നമ്മുടെ വീട്ടിലെ കല്ലിലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ വരുതിയിട്ട് സ്കിന്നിലൊക്കെ തേക്കുന്ന സമയത്ത് തന്നെ സ്കിൻ റാഷസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ സ്റ്റെറിലൈസ്ഡ് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള വിശ്വസിച്ച് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് പച്ചമഞ്ഞളോ അല്ലെങ്കിൽ ചന്ദനമൊക്കെ നമ്മൾ കുറി തൊടാൻ വേണ്ടിയിട്ട് ചന്ദനമൊക്കെ യൂസ് ചെയ്യില്ല. അതാട്ടോ മെയിനായിട്ട് ഇതിന് യൂസ് ചെയ്യുന്നത്. ചന്ദനമൊക്കെ ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് കണ്ടോ നല്ല ഒരണ്ട്, അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുക്കുംബർ വെച്ച് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചന്ദനം മഞ്ഞൾ ഒക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. പിന്നെ കാണാനും നല്ല ക്യൂട്ടാണ്. 5 ഇഞ്ച് തിക്നെസ്സിൽ വരുന്നൊരു അടിപൊളി സാധനമാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഇതാ ഇങ്ങനൊരു കോംബോ പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഈ ഒരു വിരലിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഈ 2 വിരലിലും ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ പച്ചക്കറികളോ അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ പൂക്കൾ പൊട്ടിക്കാനോ അതല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നഖം പോലെ തന്നെ കാണുന്ന ഷേപ്പിൽ ഇത് അത്യാവശ്യം നല്ല കത്തിയുടെ മൂർച്ചയുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇങ്ങനെ 2 പീസ് കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പച്ചക്കറികളൊക്കെ പൊട്ടിച്ചെടുക്കാനൊക്കെ വേണ്ടി അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഇനിയിപ്പോൾ അതല്ല പയറ് പൊട്ടിക്കാനാണെങ്കിലും യൂസ്ഫുള്ളാണ്. അങ്ങനെ എനിക്കിത് വേറൊരു ആവശ്യത്തിലാണ്, എന്തിനാന്ന് ഞാൻ പറയണില്ല. എന്തായാലും അപ്പം ഞാൻ വാങ്ങിച്ചുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുപാട് വീഡിയോസിലും മറ്റൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇതിൽ ചെറിയ കപ്പാസിറ്റി മാത്രമേ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ചായ ഒഴിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കപ്പിൻ്റെ യൂസേജും കൂടി ഇതുകൊണ്ട് നടക്കുന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് സ്പെഷ്യലായിട്ടുള്ളൊരു പ്രൊഡക്റ്റും കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഇത് നല്ല സൂപ്പർ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതെല്ലാതും കൂടെ ഒരു കോംബോ ആണ് വരുന്നത്. പ്രത്യേകിച്ച് സൂപ്പർ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു ചെയിനാണ്. ഗോൾഡൻ അതേപോലെ തന്നെ പ്ലാറ്റിനം ഫിനിഷിംഗ് ആയിട്ട് ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി വർക്കാണ്. പിന്നെ ഇതിൻ്റെ ലോക്കറ്റ് കണ്ടോ, അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഫിനിഷിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ലോക്കറ്റ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഇയറിങ്സും വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെയറായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, എന്നാൽ ഇതിൻ്റെ സ്റ്റോൺസ് ഒന്നും ഒരിക്കലും എഴുകി പോരാത്ത രീതിയിലുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നത് ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പുള്ള ഇതുപോലത്തെ ഒരു ചെയിനൊക്കെ വരുന്ന അറ്റത്ത് ബീഡ്സൊക്കെ വരുന്നതായിട്ടുള്ള ഒരു വാച്ചാണ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിങ്ങും കൂടെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഡിസൈന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വാച്ചാണെങ്കിലും നമ്മുടെ കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാലും കണ്ടോ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ 2 ബീഡ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒന്ന് ചെറുതും വലുതും ആക്കിയതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പ്രൊഡക്റ്റ് കോംബോ ആണിത്. ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് എന്നേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, നിങ്ങൾ വാങ്ങിച്ചാൽ തന്നെ ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പർ കോംബോ പാക്കാണ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് മീഷോയിൽ നിന്നും കിട്ടുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങളിത് വാങ്ങിച്ച് നോക്കണം. വാങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഫുൾ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വാളിറ്റിയിൽ തന്നെ ഈ സെയിം പ്രൈസിൽ ടാഗിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.